ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ കുറേ നാളായി ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയാണ് നല്ലൊരു ക്രാബ് റോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിനെ പറ്റിയൊരു സാഹചര്യം എന്തോ ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞാൻ അവിടെ മേടിച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ എനിക്ക് ഉണ്ടാക്കാനും അറിയില്ല. പിന്നെ യൂട്യൂബ് റെഫർ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാലും അഥവാ കുളമായി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കഴിക്കാനുള്ള ഒരു മൂടുണ്ടല്ലോ, അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ഇപ്പോൾ വീട്ടിൽ വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ അച്ഛൻ എന്തായാലും കുറച്ച് ക്രാബ് മേടിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം രാത്രി 8 മണിയായി. പക്ഷേ അത് കഴിക്കാനുള്ള ഒരു ത്വര കാരണം ഇപ്പം തന്നെ ഉണ്ടാക്കി തരാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് അവിടെ അമ്മയും അച്ഛനൊക്കെ. സോ എന്നെ പോലെ ക്രാബ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. നമുക്ക് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ക്രാബ് റോസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതേ നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡിയാണ്. നമ്മളുടെ മെയിൻ സാധനം ക്രാബ്. ഇത് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് പൗഡേഴ്സ്. ഇത് കാശ്മീരി ചില്ലിയും റെഡ് ചില്ലി പൗഡറും മിക്സ് ചെയ്തത്. പിന്നെ ഇത് മഞ്ഞൾപ്പൊടി. ഇത് ഫിഷ് മസാലയാണ്. പിന്നെ ഇത് നമ്മളുടെ മല്ലിപ്പൊടി. പിന്നെ ഇത് നമ്മുടെ പെപ്പർ പൗഡർ. ഇത് പെരുംജീരകപ്പൊടി. ഇതൊക്കെ നമ്മളിവിടെ വീട്ടിൽ പൊടിച്ചാട്ടോ. ഫിഷ് മസാല മാത്രം മേടിച്ചതാണ്, ബാക്കി എല്ലാം ഇവിടെ തന്നെ പൊടിച്ചതാണ്. പിന്നെ ഇത് ഇവിടെ ആട്ടിയ വെളിച്ചെണ്ണ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ടൊമാറ്റോ, പിന്നെ ജിഞ്ചർ ഗാർലിക്, പിന്നെ ചില്ലി. ഇതൊരു 100 ഗ്രാം ചെറുള്ളി എടുക്കുക. പിന്നെ കുറച്ച് കറി ലീവ്സ്. പിന്നെ ഇത് നമ്മളുടെ പുളി. ഓക്കെ. പിന്നെ നമ്മൾ ഇപ്പോൾ കോക്കനട്ട് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടില്ല, അപ്പോൾ അത് കാരണം നമ്മൾ കോക്കനട്ട് മിൽക്ക് ഇത് യൂസ് ചെയ്യാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇത് ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പം നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മളിതേ വെളിച്ചെണ്ണ ഒഴിക്കാണ്ട്. നമ്മളിവിടെ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മളുടെ അമ്മയുടെ പരിപാടിയാണ് കേട്ടോ. എല്ലാ സാധനവും വേണ്ടത് എല്ലാം ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ഇവിടുന്ന് ഉലുവയും വേണം, കടുകും വേണം. നമ്മുടെ എണ്ണ ചൂടായിട്ട് അതിലേക്ക് കടുക് ഇട്ടുണ്ട്. നമ്മൾ കുറച്ച് ഉലുവയും കൂടി അതിലേക്ക് ഇടുവാണ്. അതിനുശേഷം നമ്മളതിലേക്ക് ചെറുള്ളി ഇടുകയാണ്. നമ്മൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അടുത്ത് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യാണ് കേട്ടോ. കുറച്ച് കറി ലീവ്സ് കൂടി ആഡ് ചെയ്യാണ്. നന്നായിട്ട് മിക്സ് ആക്കാം. അപ്പോൾ ഇതേ നമ്മളുടെ ഉള്ളിയൊക്കെ അത്യാവശ്യം ഫ്രൈഡ് ആയിട്ടുണ്ട്. നമ്മൾ അടുത്തത് ജിഞ്ചർ ഗാർലിക് ഇടാൻ പോവാണ്. നന്നായി മിക്സ് ചെയ്യാം. അടുത്തത് നമ്മളുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മിക്സ് ആക്കാം. ഇത് നമ്മളുടെ ചില്ലി പൗഡറും പിന്നെ കാശ്മീരി ചില്ലി പൗഡറും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. മല്ലിപ്പൊടി ഇട്ടു. ഇനി എന്തെങ്കിലും പൗഡേഴ്സ് ഇടുന്നുണ്ടോ? ഇത്ര ഇടുന്നുള്ളൂ ഇപ്പോൾ. അടുത്തത് നമ്മൾ ഫിഷ് മസാല ചേർക്കുകയാണ് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ നമ്മുടെ കൊടംപുളി നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ, ആക്കി വെച്ചത്, അതും കൂടി നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മളിതിലേക്ക് തക്കാളി ആഡ് ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ദേ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉപ്പൊക്കെ പാകാണോ നോക്കിയായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ചൂട് നോക്കിയിട്ട് തരണേ പ്ലീസ്. ചൂട് 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 ചൂട്. അപ്പോൾ ദേ നമ്മളുടെ കറി തിളച്ച് എണ്ണയൊക്കെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതാവുമ്പോൾ നമ്മളുടെ ക്രാബ് ഇതിലേക്ക് ഇടണം.
അപ്പോൾ ഇതേ നന്നായി തിളച്ച് വരേണ്ട. അപ്പോൾ നമ്മളുടെ പെരുംജീരകപ്പൊടി പിന്നെ പെപ്പർ പൗഡറും കൂടിയിട്ട് നമ്മൾ ഇടുകയാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കണേ. കളർ കണ്ടോ ഇപ്പോൾ തന്നെ. അപ്പം നമ്മളിതേ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യണം കേട്ടോ ഇതിലേക്ക്. ഇനി നമ്മളൊരു 1 or 2 minutes മാത്രമേ കുക്ക് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്യാം. ഇവിടെ ഉപ്പുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഉണ്ടോ? ഓക്കെ ഉണ്ടോ? നമ്മുടെ സജഷൻ നാളെ രാവിലേക്ക് ഇത് എടുക്കാനാണ്. പക്ഷെ അതിനുള്ള ക്ഷമ നമുക്കില്ല. അത് കാരണം നമ്മളിപ്പോൾ തന്നെ കഴിക്കും. അപ്പോൾ ഇതേ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറി ലീവ്സ് കൂടി ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ മീതെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇങ്ങനെ തൂകണം. നല്ല മണം വരുന്നുണ്ട് ഗൈസ്. ഇനി നമ്മൾ ഇതിൽ ലാസ്റ്റായിട്ട് ചേർക്കാൻ പോകുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്പെഷ്യൽ സാധനമാണ്. ഗെസ് വാട്ട്? അതാണ് തേങ്ങ വറുത്തരിച്ച പൊടിയാണ് കേട്ടോ. അത് നമ്മളിതിൻ്റെ മീതെ കൂടെ ഇങ്ങനെ ഇടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും ഇതൊന്ന് സെറ്റ് ആവട്ടെ, എന്നിട്ട് ഞാനിനി കഴിക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പം നമ്മളിതേ ഇനി അതൊരു സെൽമോണിലേക്ക് മാറ്റാണ്. നല്ല ചൂട് നെൻഡ് റോസ്റ്റ്. ഇത് ഇരുന്നാൽ ഒന്നും കൂടി സെറ്റ് ആവും. പക്ഷെ നമുക്ക് ക്ഷമ ഇല്ലല്ലോ. അത് കാരണം നമ്മളിപ്പം തന്നെ എടുത്ത് കഴിക്കുവാണ്. ഇതേ സാധനം സെറ്റാണ്. നമ്മളിനി പുട്ടുണ്ട്, പിന്നെ ഇഡ്ഡലി ഉണ്ട്, എന്തൊക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മളിതുകൊണ്ട് കഴിക്കാൻ പോകും. അത് ഒറ്റയ്ക്ക് കഴിക്കാനും ഇഷ്ടമാണ് കേട്ടോ. വെറുതെ ഇരുന്ന് കിട്ടിയാലും ഇത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും നീ കഴിക്കുമ്പോൾ കാണാം. അപ്പോൾ ഇതേ നമ്മളുടെ ഇഡ്ഡലിയും പുട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ നെൻഡ് റോസ്റ്റ്. അപ്പോൾ അതേ പുട്ടും നല്ല ചൂട് ക്രാബ് റോസ്റ്റും. അടിപൊളിയാണ്. നമുക്ക് അമ്മയുടെ റിയാക്ഷൻ കൂടി നോക്കാം. അമ്മയും പുട്ടെടുത്ത് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നാളത്തേക്ക് സെറ്റാവും. പക്ഷെ നമുക്ക് എടുത്ത് വെക്കാനുള്ള ഒരു ദൃശ്യം മതിയല്ലോ അമ്മ. ഇനി നമ്മളിത് കഴിക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. സാധനം എന്തേ ഇത് കഴിക്കേണ്ട രീതി. എങ്ങനെയുണ്ടമ്മ? ചൂട് കാരണം എനിക്ക് മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇതിൽ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഇതാണ് ഗൈസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ? കഴിക്കേണ്ടതാണ് ഗൈസ്. കഴിച്ച് ഇതുണ്ടോ? കണ്ണിന്ന് മുഖത്ത് വെള്ളം തുടങ്ങി. അപ്പം എന്തായാലും എല്ലാവരും ഡു ട്രൈ ഇറ്റ് ഔട്ട്, എന്നിട്ട് കമൻറ്റ് ചെയ്യാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ടാറ്റാ, ബൈ ബൈ, സീ യു.